സൃഷ്ടാവ് ആത്മാവാണെന്ന് ബൈബിളും ഭഗവത്ഗീതയും ഖുറാനും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവ് ആത്മാവ് എന്ന രീതിയിൽ മാത്രം സൃഷ്ടാവിനെ നമ്മൾ ആരാധിക്കാനും നമസ്കരിക്കാനും പാടുള്ളെന്നും ആ 3 മതഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അതിനൊരു ഉദാഹരണം ബൈബിളിലെ യോഹന്നാൻ 4:24 സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. ഇതേ കാര്യം തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നില്ല, സൃഷ്ടാവ് ആത്മാവാണെന്നും അവനെ ആരാധിക്കേണ്ട രീതി എങ്ങനെയെന്നും ആ രീതിയിൽ നമ്മൾ നമസ്കരിക്കണം, ആരാധിക്കണം, വിശ്വസിക്കണം, പരമാശ്രയം അവനിലാണെന്ന് വിശ്വസിക്കുകയും ചെയ്താലേ അവന് മോക്ഷം നേടുള്ളൂ എന്ന് ഭഗവത്ഗീതയും പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനും പറയുന്നത് അത് തന്നെയാണ്, സൃഷ്ടാവ് ആത്മാവാണ്. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആരാധിക്കണം, നമസ്കരിക്കണം എന്ന് പറയുന്നത്. കാലഘട്ടത്തിൽ മനുഷ്യൻ എത്രയോ തെറ്റുകളിലേക്ക് ആണ്ടുപോയി കഴിഞ്ഞു.